ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് പിരിവ് ആവശ്യപ്പെട്ടുകൊണ്ട് മണൽ കടത്തുകാരനെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫോൺ സന്ദേശമാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ആര് ഇത്തരം ജാഥകൾ നടത്തിയാലും ഈ ആളുകളെ സംഭാവനകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന പരാതികൾ പല ഘട്ടങ്ങളിലും ഉയർന്ന് കേട്ടിട്ടുണ്ട്. പിരിവ് കൊടുത്ത് മടുത്തോ ജനം എന്നാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഈ അഭിപ്രായങ്ങൾ ഈ പരിപാടിയിൽ പങ്കുവയ്ക്കാം. സ്വാഗതം പൊതുവേദിയിലേക്ക്. പൊതുവേദിയിലെ ആദ്യത്തെ കോളർ ബാലരാമപുരത്ത് നിന്നാണ് ശിവദാസൻ. ശിവദാസൻ, ഈ ആര് യാത്ര നടത്തിയാലും ഇത്തരം പരാതികൾ ഉയരുന്നുണ്ടല്ലോ, ഇത് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെന്നാണോ തോന്നുന്നത്, അതോ ഇത്തരം പരാതികളൊക്കെ വ്യാജമാണ് എന്നാണോ തോന്നുന്നത്? നമസ്കാരം. അതായത് ഇപ്പോ പിരിവെന്ന് പറഞ്ഞാല് മണൽ മാഫിയ, ഭൂമി മാഫിയ, അബ്കാരി മാഫിയ, രാഷ്ട്രീയ മാഫിയ, കുണ്ട മാഫിയ, ഇതൊന്നും പിരിവെടുത്താണ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് പിടിക്കുന്നതും ജനങ്ങളെ സേവിക്കുന്നതും. അതിന് തെളിവാണ് പരസ്യമായിട്ട് ഇന്ന് നമ്മൾ ഈ മാധ്യമങ്ങളിൽ കൂടി കള്ളനും കൊള്ളക്കാരനും കൂടി ഫോൺ ചെയ്ത് പൈസ വാങ്ങുന്നതും കൊടുക്കുന്നതും കേട്ടത്. ഇത് നമ്മൾ അധികാരികൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് സാധാരണ ജനങ്ങൾ ഇവിടെ കിടന്ന് നെത്തോട്ട് ഓടുന്നു. ഒരേ ആഹാരം കഴിക്കാൻ ജോലിയും കൂലിയില്ലാതെ ഓടുമ്പോൾ 6,000, 20,000, 25,000, 50,000 രൂപ രാവിലെ 4 മണി മുതൽ 10 മണി വരെ സമ്പാദിക്കുന്നതാണ് ഇവിടുത്തെ ഇപ്പോ കമ്മ്യൂണിസം, കോൺഗ്രസും BJP-ക്കാർ ഈ 3 പേർക്കും കൂട്ടു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. ഇത് വളരെ വ്യാപകമാണോ ഈ പിരിവ്? സാറേ, ബാധകമായ സ്കൂൾ സമയത്ത് പോലും ഇന്ന് ഈ രാവിലെ 8 മണി മുതൽ 9, 10 മണി സ്കൂൾ ബസ്സും മറ്റുള്ള വാഹനം ഓടാൻ സുപ്രീം കോടതി അനുവാദിക്കുമ്പോൾ പരസ്യമായിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആകുമ്പോൾ ഒരു പടി കൊടുക്കാൻ ഒരു മാഫിയ ഇവിടെ ഉണ്ട്. അവര് മിണ്ടത്തില്ല. PTA പ്രസിഡന്റുമാരോ PTA എല്ലാം CPM-മാരും മറ്റുള്ള അംഗങ്ങളുമാണ്. എനിക്ക് പൈസ മതി, എങ്ങനെയെങ്കിലും പൈസ. രാവിലെ 4 മണി മുതൽ 5 മണി വൈകുന്നേരം. വളരെ നന്ദി ശിവദാസൻ. ബാലരാമപുരത്ത് വിളിക്കുകയും ഞങ്ങളോട് അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. ചെന്നൈയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. എന്താണ് പേര്, പറയൂ? പ്രേമൻ. പ്രേമൻ, ഈ വിവരങ്ങൾ അറിയുന്നുണ്ടോ? ഇവിടെ ഈ ഇത്തരം ജാഥകൾക്കായുള്ള പണപ്പിരിവ് നടക്കുന്നു എന്ന ആക്ഷേപം വലിയ തോതിൽ ഉയരുകയാണ്. ഈ ചെന്നൈയിലൊക്കെ എങ്ങനെയാണ് അവസ്ഥ? അത് കേരളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത് അവിടെ നിന്ന്? നിങ്ങൾ ഈ വിഷയം ചർച്ചക്കെടുത്തതിൽ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം നമ്മൾ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പിരിവുകളെ സംബന്ധിച്ച് നമ്മൾ നാട്ടിലുള്ള ആൾക്കാരോടും പറയാറുണ്ട്. ചെന്നൈനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പിരിവും ഈ പാർട്ടി ഫണ്ടിലേക്ക് മറ്റും പറഞ്ഞ് അങ്ങനെ ഒരു പിരിവ് കൂടി ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നില്ല. അതേപോലെ തന്നെ അവർ വാങ്ങുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് DMK കലഞ്ചറെ പിറന്നാളിനോ അല്ലെങ്കിൽ ജയലളിതയുടെ പിറന്നാളിനോ മറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മളോട് ചോക്ലേറ്റോ മറ്റോ അങ്ങനെ വന്ന് വാങ്ങാന്നില്ലാതെ ഒഴിച്ചിട്ട് ഇതുവരെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിന്റെ പിരിവ് ഒരു പിരിവ് ഇവിടെ ഇല്ല. പക്ഷെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നാട്ടിലങ്ങ് ചെന്നിറങ്ങിയാൽ മതി, അപ്പോഴത്തേക്കും പറഞ്ഞ പല രാഷ്ട്രീയ പാർട്ടികളും പാർട്ടിന്റെ പേരിൽ പിരിവുണ്ട്, സംഘടന, കർഷക സംഘം, കർഷക തൊഴിലാളി, മറ്റ് കർഷക കോൺഗ്രസ്, അങ്ങനെ പല പിരിവുകൾ നാട്ടിലങ്ങനെ. ക്ഷേത്രങ്ങള്, അങ്ങനെ ഇവിടെ ആകെയുള്ള പിരിവ് എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ മാത്രം, ഒരു കൊല്ലത്ത് ഉത്സവത്തിന് മാത്രം ഇവിടെ പിരിവ്. നാട്ടിൽ അങ്ങനെയല്ല, പല രീതിയിലുള്ള പിരിവ് കൊണ്ട് നാട്ടിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള പിരിവാണ് നാട്ടിൽ നടത്തുന്നത്. അതുകൊണ്ട് ഇതെല്ലാം വന്നിട്ട് രാഷ്ട്രീയ പാർട്ടികളൊന്ന് പുനർചിന്തനത്തിന് വിധേയമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ലേ? അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പിരിവെടുത്ത് പ്രവർത്തനം നടത്തുന്നു. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇത് ആലോചിക്കണം. കാരണം ഒരു ദിവസം, ഒരു മാസത്തിൽ പല പേരിൽ ഒരേ ആൾ തന്നെയാണ് പിരിവിന് പോകുന്നത്, പല പേരിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കണം എന്നാണ് പറയാനുള്ളത്. വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ഇപ്പോൾ റിജു ഞങ്ങളോടൊപ്പം ചേരുന്നു. റിജു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ പാവപ്പെട്ടവന്റെ പാർട്ടിയായിരുന്നു, AK ഗോപാലന്റെയും അച്യുതാനന്ദന്റെ കാലത്തുമൊക്കെ. പക്ഷെ ഇന്ന് ഒരു സംസ്കാര സമ്പന്നമായ ഈ കേരളത്തെ ഇന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇന്ന് പിരിവ് കൊടുത്തില്ലെങ്കിൽ അവന്റെ അന്നം മുട്ടിക്കുമെന്ന് ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഭീഷണി മുഴക്കുന്ന കാലത്താണ് പിണറായിയുടെ 2ാം ഭരണം. പിണറായി ഇന്ന് നിയമസഭയിൽ പറഞ്ഞു, പണ്ടത്തെ പിണറായി ആയിരുന്നുവെങ്കിൽ ആരെ എന്തോ ചെയ്തു കളയുമെന്ന്. ഇങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി സംസ്കാരശൂന്യമായ ഒരു സംസ്കാര
മണ്ഡലം എന്ന് നാം വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയേണ്ടത് വെറും ഗുണ്ടകൾ പോലും അറയ്ക്കുന്ന വാക്കുകളാണ് പിണറായിയിൽ നിന്നും ഇന്ന് കേരള നിയമസഭ കേട്ടത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് രംഗത്തായാലും കുട്ടി സഖാക്കളായാലും SFIക്കാരായാലും ഇന്ന് സംസ്കാരശൂന്യമായ പ്രവർത്തികളാണ് ചെയ്യുന്നത്. മയക്കുമരുന്നിന്റെയും ഏതായാലും ഞാൻ വളരെ നന്ദി അങ്ങ് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ഇപ്പോൾ രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നു. രാധാകൃഷ്ണൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? രാധാകൃഷ്ണൻ ചാത്തന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താണ് ഈ രാധാകൃഷ്ണൻ ചാത്തന്നൂരിലേക്ക് ഒരു സാഹചര്യം? പിരിവ് കൊടുത്ത് ആളുകൾ മുടിയുന്ന രീതിയാണോ അതോ ഇതൊക്കെ വ്യാജ ആരോപണങ്ങളാണെന്നാണോ രാധാകൃഷ്ണൻ കരുതുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിനൊരു പേരുണ്ട്. 300-ൽ പരം രാജ്യങ്ങൾ നമ്മളെ ഈ ഭൂമിയിലുണ്ട്. ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇന്ന് ഊറ്റം കൊള്ളുന്ന ഒരു രാജ്യമാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യം. ഇന്ത്യ മഹാരാജ്യത്തിന് ധാരാളം വൈവിധ്യങ്ങളുണ്ട്. അത് ജനങ്ങളുമായി ചേർന്ന് കിടക്കുന്നതാണ്. അതിൽ ക്ഷേത്രങ്ങളുടെ പിരിവുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പിരിവുണ്ട്, സാംസ്കാരിക സംഘടനകളുടെ അടക്കം പിരിവുണ്ട്. അപ്പോൾ പിരിവിന് നമ്മളൊരു സംഘടന വ്യക്തമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി ഒരു വ്യവസായ സ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്നൊരു വീട്ടുടമയോ സമീപിക്കുമ്പോൾ കാര്യകാരണ സഹിതം അവർക്ക് ബോധ്യമുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്തിനാണ് കാര്യകാരണ സഹിതം ഒരു പാർട്ടി പിരിവിന് വരുന്നത്, ഒരു സംഘടന പിരിവിന് വരുന്നത്. വേറിട്ട ഏതെങ്കിലും ഒറ്റപ്പെട്ട സാമൂഹ്യ വിരുദ്ധന്മാർ, ഞാൻ പറയുന്നത് നമ്മുടെ പ്രദേശത്തുള്ള പുഴയിൽ വഴിയെ പോകുന്ന എല്ലാവരും ഇറങ്ങി കുളിക്കും. അതിനാർക്കും നിയന്ത്രിക്കാൻ ഒക്കത്തില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ പലതരത്തിലുള്ള ആൾക്കാർ കടന്നുകൂടും. നിങ്ങളുടെ മാധ്യമങ്ങളെ തന്നെ എടുത്തു നോക്കൂ. മാധ്യമങ്ങളുടെ ഇടയിൽ പലരെയും കുറിച്ച് വിമർശനം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു സുപ്രഭാതത്തിൽ മാധ്യമങ്ങളെല്ലാം അങ്ങ് പൂട്ടിക്കെട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ജനങ്ങളുടെ പല വിഷയങ്ങളും, ജനാധിപത്യ രാജ്യമായത് ഇത് അഫ്ഗാനിസ്ഥാൻ. ആളുകൾ ഇത്തരം പിരിവ് നടത്തുന്നതിൽ തെറ്റില്ല, പക്ഷെ ഭീഷണി ഒഴിവാക്കാം അല്ലേ രാധാകൃഷ്ണൻ? തീർച്ചയായിട്ടും ഭീഷണി ഒഴിവാക്കണം. ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉള്ള പ്രവർത്തനം നടത്താം. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് ചേരുന്നു. ബാലകൃഷ്ണൻ, വടകരയിലെ ഒരു സാഹചര്യം എന്താണ്? ഈ പിരിവ് കൊടുത്ത് ആളുകൾ മുടിയുന്നുണ്ടോ അതോ സ്വാഭാവികമായ ആളുകൾ താല്പര്യത്തോടു കൂടിയാണോ പിരിവ് കൊടുക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം സാറേ, സ്വന്തം ഇഷ്ടത്തോടു കൂടി ആരും സാഹചര്യത്തിൽ പിരിവ് കൊടുക്കൂല. ജീവിക്കുവാൻ വരെ സാഹചര്യം ഇല്ലാത്തൊരു സ്ഥിതിയാണ്. കാരണം ഈ ഭീഷണി തന്നെയാണ് കേരളത്തിൽ ഇപ്പൊ നടക്കുന്നത്. ഭീഷണിയും ധാർഷ്ട്യവും ധിക്കാരവും തന്നെയാണ്. ഈ വടകരയിൽ ഈ ഭീഷണി ഉണ്ടോ? ആളുകൾ ബാലകൃഷ്ണനെ ആരെങ്കിലും ഇതുപോലെ ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്തോ? അങ്ങനെ ഉദാഹരണത്തിന് ഞാനൊരു തെരുവോര കച്ചവടക്കാരനാണ്. അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കില്ല അല്ലേ? അല്ല, അങ്ങനെയല്ല. എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അവിടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഓഹോ, അപ്പൊ മറ്റു വഴിയില്ല അല്ലേ? ഒരു തരത്തിൽ ചൂഷണം ചെയ്യണം ഇവര്. ഇവർക്ക് എന്തിനാണ് ഈ പണം? ഇവർ ഗവൺമെന്റ് നമ്മുടെ നികുതി പണം ധാരാളം കൊള്ളയടിക്കുന്നുണ്ട്. പിന്നെ എന്തിന് സാധാരണക്കാരനെ കൊള്ളയടിക്കുന്നത്? എന്തിനധികം പറയുന്നത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി വരെ കൈയിട്ട് ഒരു വാരുവാ. അപ്പോൾ ബാലകൃഷ്ണൻ അതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരാളാണ്. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും ഞങ്ങളോട് ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് വിളിക്കുന്നു. മുഹമ്മദ് സാധാരണ ഈ പൊതുവേദിയിലേക്ക് വിളിച്ച് അഭിപ്രായം പറയുന്ന ഒരാൾ കൂടിയാണ്. ശ്രീ മുഹമ്മദ്, എന്താണ് അങ്ങക്ക് ഇതിൽ പറയാനുള്ളത്? സാധാരണ അങ്ങ് വളരെയധികം വിലപ്പെട്ട അഭിപ്രായങ്ങൾ നൽകുന്ന ഒരാളാണ്. ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് പറയാനുള്ളത്? സാറേ നമസ്കാരമുണ്ട്. പിന്നെ ഈ പിരിവ് എന്ന് പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമ്പോ പിരിവ് നടത്തും. അത് പോയിക്കാണ്ട് ബലായിട്ട് പിടിച്ചു വാങ്ങുകയോ അല്ലെങ്കിൽ ഭീഷണി സ്വരത്തിലോ എന്നുള്ളതൊന്നും ആരും നടത്താറില്ല. അത് അവര് മനസ്സൊഴിഞ്ഞ് കൊടുക്കണ്ട. രാഷ്ട്രീയക്കാർക്ക് പിരിവ് കൊടുക്കുന്നതെന്നാണ് ശ്രീ മുഹമ്മദ് പറയുന്നത് അല്ലേ? അതെ, ഒരു കടന്ന ഒരു കയറ്റമായി പോയില്ല, അത്രയ്ക്ക് പറയാനുണ്ടോ? ചിലയിടത്തൊക്കെ ഭീഷണിയില്ലേ? ഭീഷണി എന്ന് പറഞ്ഞാൽ അത് ഇപ്പോ ഇതിലേറെ വലിയൊരു മഹത്തായ പിരിവ്, ഒരു ജോഡോ പിരിവ് ഇവിടെയൊക്കെ നടന്നിരുന്നു. അപ്പൊ ആ ജോഡോ പിരിവിന് അവര് ചോദിച്ചതിനൊക്കെ കാത്തും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ പാർട്ടിന്റെ മേലില് വേറൊരു വെച്ചട്ടിലുണ്ടാക്കിയാണ് സാറേ ഇത്. ഞാൻ ഈ പാർട്ടിയെ മാത്രമല്ല, ഞാൻ എല്ലാ പാർട്ടിയും ഉദ്ദേശിച്ചാണ്. ഏതായാലും വളരെ നന്ദി മുഹമ്മദ്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് വിളിക്കുക, അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിന്. വർക്കലയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ ശിശുപാലൻ. ശിശുപാലൻ, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ പിരിവൊക്കെ ആളുകൾ മനസ്സറിഞ്ഞു കൊടുക്കുന്നതാണോ അതോ വലിയ ബുദ്ധിമുട്ടിലായ ആളുകളെ ഭീഷണിപ്പെടുത്തിയാണോ ഈ രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ളവരൊക്കെ പിരിവ് നടത്തുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. അതായത് പിരിവ് ഒരു കുറ്റകരമല്ല, പക്ഷേ ചിലർക്ക് ജീവിക്കാൻ വേണ്ടി അത് അനാവശ്യമായിട്ടും
ആവശ്യത്തിന് ഒരു ക്ഷേത്രത്തിന്റെ ആണെങ്കിൽ പിടിക്കാം, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഇത് പൈസ പിരിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാവരുത്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് അത് ചിലപ്പോൾ എല്ലാ പൈസകളും എത്തത്തില്ല. അവർക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമാകാതെ, അതായത് വളരെ ബലാത്കാരമായിട്ട് പിടിച്ചു മേടിക്കുന്ന, അതായത് പല കടകളും നടത്തുമ്പോഴും ബലാത്കാരമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഭീഷണിപ്പെടുത്തി മേടിക്കുന്നു. അത് CP രാമകായ അയ്യർ ഇവിടെ പരിചയമില്ലേ? അതൊന്നും മോശമായിട്ടുള്ള പ്രവർത്തനം ഇത് കേരളത്തിൽ നടക്കുന്നു. ഏതായാലും വളരെ നന്ദി ശിശുപാലൻ, വർക്കലയിൽ നിന്ന് വിളിച്ച് താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. പാലയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. എന്താണ് പേര്? ഉമേഷ്. ഉമേഷ്, ഈ എവിടുന്നാണ് വിളിക്കുന്നത്? പാലയിൽ നിന്നാണോ? എങ്ങനെയാ ഈ പാലയിൽ എങ്ങനെയാണ് പിരിവൊക്കെ വളരെ വ്യാപകമാണോ? കോഴ കണ്ടുപിടിച്ച നാട് ഞങ്ങളുടെ പാലായി. കോഴ കണ്ടുപിടിച്ച നാടാണോ? ഈ ഉപേദ് ഇത് കണ്ടിട്ടുണ്ടോ ഈ നോട്ടെണ്ണുന്ന മെഷീൻ? പിന്നെ നോട്ടെണ്ണുന്ന മെഷീൻ നമ്മുടെ സാറാ, നമ്മുടെ പാലക്കാട് ശരി. അപ്പൊ അവിടെ എങ്ങനെയാണ് പിരിവ് വ്യാപകമാണോ നോട്ടെണ്ണുന്ന മെഷീനിലൊക്കെ കൊടുക്കാനായിട്ട്? ഇത് അതിന്റെ മെഷീനും കൊണ്ട് പോയിട്ടുണ്ടോ? ഇപ്പൊ അവിടെ തന്നെ അടിക്കല്ലോ. ഇപ്പൊ CPM കൂടിയിരിക്കല്ലോ. അപ്പൊ അവിടെ അടിക്കാനുള്ള സൗകര്യം എല്ലാം ഒപ്പിച്ചോണ്ട് കൊടുത്തേക്ക്. തേങ്ങാതെ വരുമ്പോൾ ഈ ഭീഷണിപ്പെടുത്തി പിരിവ് നടത്തുന്നത് ഇപ്പൊ എന്ത് കണ്ടില്ല? മണൽ മാഫിയക്കാരനോടും പാറവളക്കാരോടും ഒക്കെ ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കുക. അത് ഇവ ഈ അടിക്കുന്ന നോട്ട് തികയാതെ വരുമ്പോഴേക്ക് പറയും ഞങ്ങളിങ്ങനെ ഒപ്പിച്ചു തരാന്ന് പറയും ഈ അണികളെ. അങ്ങനെ ഇപ്പൊ നടത്തിക്കണം. നമ്മൾ 3-4 കൊല്ലം കൂടി സഹിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ അനുഭവിക്കും, അല്ലാതെ എന്നാ പറയാനാ? ജനങ്ങൾ ഇത് അനുഭവിച്ചോണ്ടിരിക്കുക. ഞാനൊരു കച്ചവടക്കാരൻ, ഒരു തടിവെച്ചിട്ടാ ഓടിച്ചിട്ടാ പിടിക്കുന്നത്. ഓടിച്ചിട്ട് പോലീസിനെ കൊണ്ടും ഹൈവേ ബൈക്കുകളെ കൊണ്ടോ എല്ലാം ഒരു രക്ഷയില്ല. ഒരു തടി കൊണ്ട് വരുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് കൂടെ കാശ് കൊണ്ടുവന്ന് കൊടുക്കണം. ആ ഒരു ഗതിയിലോട്ട് വന്നിരിക്കുക. എല്ലാം ചെയ്യാൻ സഹിക്കാം. 4 കൊല്ലം കൂടെ സഹിക്കാതില്ല, ഒരു രക്ഷയില്ല. മടുത്തു സാറേ, മടുത്തു. വ്യാപാരം ചെയ്യാൻ തോന്നുന്നില്ല. ആ ഒരു ഗതിയിലോട്ട് മാറിയിരിക്കുക. അതാണ് പൊതുവേദി തുടരുന്നു. വെള്ളറടയിൽ നിന്ന് സത്യഭാമയാണ് വിളിക്കുന്നത്. സത്യഭാമ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ പിരിവ് ഇന്നും ഇപ്പോൾ ഈ പ്രതിരോധ ജാഥയുടെ പേരിൽ പിരിവ് നടത്തിയത് സംബന്ധിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നു. എന്താണ് ഇത് സംബന്ധിച്ച് ശ്രീ സത്യഭാമയ്ക്ക് പറയാനുള്ളത്? ഹലോ സാർ, നമസ്കാരം. നമസ്കാരം സാർ, ഞങ്ങൾക്ക് പിരിവ് നടത്തിയെന്ന് പരാതിയൊന്നുമില്ല. ഞങ്ങളെ വീട്ടിൽ പാർട്ടി പിരിവെന്ന് പറഞ്ഞു വന്നാൽ ഞങ്ങൾ ഇല്ലായ്മയിൽ താമസിക്കുന്നവരാണ്. ഞങ്ങൾ കൊടുക്കും, സന്തോഷത്തോടെ കൊടുക്കും. അതെ, സന്തോഷത്തോടെ കൊടുക്കും. പക്ഷേങ്കിൽ ഒരു കാര്യം, ഞാൻ മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു പരാതി വരെ കൊടുത്തിരുന്നു. എന്റെ മോന് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് പാസ്സായി, മണ്ണും വീടും ഇല്ലാത്തതിന് എഴുതി കൊടുത്തതാണ്. അപ്പൊ അത് ഞാൻ വെള്ളാർട പഞ്ചായത്തില് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വെള്ളാർട പഞ്ചായത്തിലോട്ട് എഴുതി വിട്ടു, അത് കൊടുക്കണമെന്നും പറഞ്ഞു. പക്ഷേങ്കിൽ ഞാൻ അനേകം ദിവസം കയറി ഇറങ്ങി പഞ്ചായത്തിലും എല്ലായിടത്തും. എന്റെ മോൻ വികലാംഗനാണ്, 45% വികലാംഗനാണ്. ഞങ്ങൾക്ക് വേറെ മറ്റു ഭൂമി ഒന്നുമില്ല. ഇല്ല സാറേ, തന്നില്ല, ഞങ്ങൾക്ക് തന്നില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് നെട്ടോട്ട് ഓട്ടിക്കുകയാണ്. പിരിവ് കൊടുക്കൽ മാത്രമേ ഉള്ളൂ, ഒരു തരത്തിലുള്ള സഹായവും കിട്ടുന്നില്ല അല്ലേ? അല്ല, പിരിവ് കൊടുക്കുന്നത് മാത്രമല്ല, പിരിവ് കൊടുക്കാൻ സാറ് ഞങ്ങൾക്ക് സഹായം നല്ലതുപോലെ കിട്ടി. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി അതെ കിട്ടി. ഏത് കാര്യത്തില് ഞങ്ങളൊരു ചികിത്സാ സഹായം തേടി പോയാലും ഞങ്ങൾക്ക് തരുമായിരുന്നു. എങ്ങനെ? അച്യുതാനന്ദ സർക്കാരായിരുന്ന സമയത്ത് ഞങ്ങൾ ഏതാവശ്യം പോയി പറഞ്ഞാലും ഞങ്ങൾക്ക് കിട്ടും. പിണറായി സർക്കാർ ആദ്യഘട്ടത്തിലൊക്കെ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു വന്നു. ഇപ്പോഴും ഞാനിതാ ഈ വീടിന്റെ പേരും പറഞ്ഞു പോയി. അപ്പൊ അവിടെ നിന്ന് അനുകൂലമാണ് വന്നത്. പക്ഷെ താഴെത്തട്ടിലിരിക്കുന്നവരെല്ലാവരും ഞങ്ങൾക്ക് അനുകൂലമല്ല. അതെ, ഞാൻ കോളനിയിലാണ് സാറേ താമസിക്കുന്നത്. അതെ, ഇപ്പൊ സാറിന്റെ അടുത്ത് സംസാരിക്കാൻ ഒരു സമയം എനിക്ക് കിട്ടിയത് പോലും ദൈവം ഒരു അനുഗ്രഹമാണ്. വളരെ നന്ദി. ഏതായാലും പെട്ടെന്ന് തന്നെ ഒരു വീട് കിട്ടാൻ ഞങ്ങളും ശ്രമിക്കാം. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന്. തിരുവനന്തപുരത്ത് നിന്ന് ജയകുമാർ ചേരുന്നു. ജയകുമാർ, ഈ ജാതികൾ ആര് തുടങ്ങിയാലും അതിൽ ഈ പിരിവ് ഒരു സ്വാഭാവിക ഘടകമാണ്. അത് തരാത്തവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള പരാതികളാണ് ഉയരുന്നത്. ഇന്നും അങ്ങനെ ഒരു പരാതി ഉയർന്നിരിക്കുന്നു. അതൊക്കെ എങ്ങനെയാണ് ജയകുമാർ കാണുന്നത്? അത് കരുതിക്കൂട്ടിയുള്ള ചില ആക്ഷേപങ്ങളായിട്ടാണോ, അതോ ഇത് പിരിവ് കൊടുത്ത് ജനങ്ങൾ മുടിഞ്ഞിരിക്കുകയാണോ? നമസ്കാരം. ഇത് പിരിവ് ജനത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പിരിവാണ്. അവര് പിരിവ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, അവരവരുടെ കയ്യിൽ ഉള്ളത് കൊടുക്കുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള പിരിവ് കിട്ടണം. ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തല്, കയ്യാങ്കളി, കണ്ണുകുത്തി പൊട്ടിക്കല്, ഇതൊക്കെ സ്ഥിരം സംഭവം ഉള്ളതാണ്. സ്ഥിരം ഇത് ഉള്ള സംഭവങ്ങളാണ്. പക്ഷെ ഈ പറയുന്ന പിരിവിന് അവര് ഒരു ബൂത്തിൽ നിന്ന് പാർട്ടിക്ക് ഏകദേശം ഒരു ചെറിയ തുകയായിരിക്കും കൊടുക്കേണ്ടത്.
അതിന്റെ 40% 60% ഈ ബൂത്തുകാർക്ക് പിരിക്കുന്നവർക്ക് കിട്ടും. അപ്പൊ അവരത് മാക്സിമം പിരിക്കാനാണ് നോക്കുന്നത്. ഇപ്പൊ സർക്കാർ പിരിയുമ്പോൾ ജനത്തിന് എങ്ങനെ പിരിയാമോ അതിനാണ് അവർ നോക്കുന്നത്. ഇല്ലെങ്കിൽ ഇതാണ് അനുഭവം. ഇല്ലെങ്കിൽ ഭീഷണിയാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എന്തായാലും ബുദ്ധിമുട്ടാണ്. വരുന്നത് ഒരു 10-15 കൂട്ടത്തിലാണ് വരുന്നത്, കൂടിയാണ് വരുന്നത്. വളരെ നന്ദി ജയകുമാർ തിരുവനന്തപുരത്ത് ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. കലാധരൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. കലാധരൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പരവൂരിൽ നിന്നാണോ? വടക്കൻ പറവൂർ, എറണാകുളം. വടക്കൻ പറവൂർ. ഈ പറവൂരിലൊക്കെ എങ്ങനെയാണ് ഒരു സാഹചര്യം? രാഷ്ട്രീയ പിരിവൊക്കെ വളരെ കൂടുതലാണോ അതോ ആളുകൾ സ്വാഭാവികമായി കൊടുക്കുന്ന പിരിവേ ഉള്ളോ? എന്റെ പൊന്നു സാറേ, പിരിവെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഇന്നിപ്പോ സർവ്വ സംഘടനകളും എല്ലാവരും പിരിവിന്റെ റെസീറ്റുമായി ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അവര് റസീത് എഴുത്തിന് നമ്മളത് കൊടുത്തോളണം. ആരും കഴുത്തിന് കുത്തി പിടിക്കുന്നൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മള് അത് മനസാക്ഷി വെച്ച് കൊടുത്ത് അങ്ങനെ ഒരു ഇതിലായിപ്പോയി. നമ്മളൊരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. പെൻഷൻ വന്നതിന് ശേഷം നാട് നന്നാക്കണമെന്നൊക്കെ ആയിരിക്കും നടക്കുകയാണ്. പക്ഷെ നാട് നന്നാക്കുന്നതിന്റെ ഇടയിൽ ഈ പിരിവ് കൊടുത്ത് മുടിയാണ്, സ്വയം മുടിയാണ് അല്ലേ? കൊള്ളാം, വളരെ നന്ദി ഈ അഭിപ്രായം വിളിക്കുകയും പറയുകയും ചെയ്തതിന്. പത്തനാപുരത്ത് നിന്ന് ഇപ്പോൾ മനോഹരൻ ചേരുന്നുണ്ട്. മനോഹരൻ, ഈ പത്തനാപുരത്ത് പക്ഷെ പിരിവ് വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. അവിടെ നിന്ന് വലിയ പരാതികളൊന്നും നമ്മൾ ഇതുവരെ അധികം കേട്ടിട്ടില്ല. ഇവിടെ അങ്ങനെ പരാതിയൊന്നുമില്ല, പിരിക്കുന്നതിന് നമുക്ക് പരാതികളൊന്നുമില്ല. പക്ഷേ അതനുസരിച്ച് പാവങ്ങളെയും കൂടെ സംരക്ഷിക്കണം. ഇത് മാത്രം നടത്തിയാൽ പാടില്ല. ഇപ്പൊ പാവങ്ങളെ സംരക്ഷിക്കുന്നില്ലേ? എല്ലാവരുടെയും പിച്ചിച്ചട്ടി കൈയിട്ട് വായിട്ട് അവര് മാത്രം നന്നാവരുത്, മറ്റുള്ളവരെയും കൂടെ സംരക്ഷിക്കാൻ നോക്കണം. എത്രയോ പാവങ്ങൾ പൈസ കിട്ടാതെ കിടന്ന് അലയുന്നു, വീട് കിട്ടാതെ കിടന്ന് അലയുന്നു, കുടിവെള്ളം ഇല്ലാതെ അലയുന്നു. പക്ഷെ അവരാരെയും സംരക്ഷിക്കുന്നില്ലല്ലോ, കിട്ടുന്നില്ല. ഏതായാലും പിരിവ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, ആളുകൾക്ക് സഹായം കിട്ടിയാൽ മതി എന്നാണ് അല്ലേ? വികലാംഗർക്കുള്ള പെൻഷൻ പോലും കൊടുക്കുന്നില്ല ഈ സർക്കാർ. അപ്പം കൊള്ളയടിക്കാൻ മാത്രം ഇരുന്നാൽ പോരാ. ഏതായാലും വളരെ നന്ദി മനോഹരൻ പത്തനാപുരത്ത് നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ദേവകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ദേവകുമാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഗോപകുമാറാണ്. ഗോപകുമാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലം. കൊല്ലത്തു നിന്നാണോ? അതെ അതെ, നമസ്കാരമുണ്ട്. കൊല്ലത്ത് ഈ പിരിവ് കൂടുതലാണോ ഗോപകുമാർ? കാരണം നമ്മൾ നേരത്തെ ഈ ചവറയിലും ഒക്കെ എന്തൊക്കെയോ ഒരു പിരിവുമായി ബന്ധപ്പെട്ട് ചില പരാതികളൊക്കെ അന്നും കേട്ടിരുന്നു. പിരിവ് സ്ഥിരമായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പം പിരിവിന്റെ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുൻപന്തിയിലാണ്. പിന്നെ CPM-ന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം 100 കണക്കിന് കോടി രൂപ സംഭാവന പിരിക്കുന്ന ഏക പാർട്ടി CPM ആണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് രക്തസാക്ഷിയായാൽ പോലും അവരെ വെറുതെ വിടത്തില്ല. ഉദാഹരണം അഭിമന്യുവിന്റെ മരണത്തില് പാർട്ടി ഫണ്ട് ഫണ്ട് സ്വരൂപിച്ചത് 70 കോടി രൂപയും കണ്ടാണ് അവർ കേരള കളക്ട് ചെയ്തത്. കുടുംബത്തിന് കൊടുത്ത എങ്ങാണ്ട് 60 ലക്ഷം രൂപയാണ്. പിന്നെ വീടാന്തരം കയറി പിരിവെടുക്കുന്നുണ്ട്. ചെങ്കൊടി എന്തി വീടാന്തരം കയറി സംഭാവന പിരിക്കുന്ന ഏക പാർട്ടി CPM ആണ്. കാരണം ആർക്കെങ്കിലും പിരിവ് കൊടുക്കരുതെന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ ആ നിറം കണ്ടെങ്കിലും കൊടുക്കുക. പിന്നെ വേറെ കാര്യം, ഓൾ കേരള ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഒരു വാർഷിക സമ്മേളനം നടന്നു. അതില് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ടീച്ചേഴ്സിന് 2000 മുതൽ 15,000 രൂപയാണ് സംഭാവന കൊടുക്കേണ്ടി വരുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഏതായാലും വളരെ നന്ദി അഭിപ്രായം ഞങ്ങളെ അറിയിക്കുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തതിന്. വില്യം ഡിക്രൂസ് ചേരുന്നു. വില്യം ഡിക്രൂസ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വേളിയിൽ നിന്നാണ് വിളിക്കുന്നത്. വേളി, തിരുവനന്തപുരം. വേളിയിൽ നിന്നാണ് വിളിക്കുന്നത്. വേളിയിൽ പിരിവുണ്ടോ? എന്താ അവസ്ഥ? വേളിയിൽ പിരിവൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരും അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചേക്കാണ് പിരിവിന് വേണ്ടി. രാഷ്ട്രീയക്കാർ പിരിവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുക, ആളുകൾ രാജ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ അവരെ ആരെയും കുറ്റം പറയാനൊക്കത്തില്ല. കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അവരുടെ ജീവിതം ഒരു ഒഴിഞ്ഞു വെച്ചേക്കുന്ന പിരിവിന് വേണ്ടിയാണ്. അവരുടെ കുട്ടികൾ വളരെ പിരിവെന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് കാണരുത്. അവരെല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവരുടെ സാന്നിധ്യം അവരെ അറിയിപ്പിക്കുകയാണ്. എന്നിട്ട് കിട്ടുന്ന കാശ് മേടിച്ചോണ്ട് പോവുക. കുറ്റം പറയാനൊക്കത്തില്ല. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം ഞങ്ങളുമായി പങ്കുവെക്കുകയും ഒക്കെ ചെയ്തതിന്. പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.